നഗരിയിൽ ലീഗിനു വേണ്ടി തരൂരിനെ വെട്ടി കോൺഗ്രസ്, ചേർത്തു പിടിച്ച് BJP. തരൂരും BJPയിലേക്കും. തിരുവനന്തപുരത്തെ ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേണിംഗ് ബോഡി തിരഞ്ഞെടുപ്പിലാണ് നാടകീയ രംഗങ്ങളുണ്ടായത്. ഗവേണിംഗ് ബോഡിയിൽ നിന്ന് സ്ഥലം MP ശശി തരൂരിനെ കോൺഗ്രസ് മാറ്റി നിർത്തിയത് ലീഗ് പ്രതിനിധി ET മുഹമ്മദ് ബഷീറിന് വേണ്ടിയായിരുന്നു. എന്നാൽ കളമറിഞ്ഞ് കളിക്കാൻ അറിയാവുന്ന BJP അവസരത്തിനൊത്തുയർന്നു. ETക്ക് വേണ്ടി സ്വന്തം മണ്ഡലത്തിലെ സ്ഥാപനത്തിൽ നിന്ന് മാറി നിൽക്കാൻ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞപ്പോൾ പകച്ചു നിന്ന ശശി തരൂരിനെ ചേർത്ത് പിടിച്ച BJP ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേണിംഗ് ബോഡി തിരഞ്ഞെടുപ്പിൽ തരൂരിന് വേണ്ടി തങ്ങളുടെ പ്രാതിനിധ്യം ഉപേക്ഷിച്ചു. BJPയുടെ അപ്രതീക്ഷിത നീക്കം കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഗവേണിംഗ് ബോഡിയിൽ BJPയുടെ ഉമേഷ് G ജാദവ് MP ആയിരുന്നു പ്രതിനിധി. ലീഗിലെ ET മുഹമ്മദ് ബഷീർ അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ഇത്തവണ ശശി തരൂരിനെ കോൺഗ്രസ് ഒഴിവാക്കിയത്. പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായി കോൺഗ്രസ് പിന്തുണയോടെയാണ് മുസ്ലിം ലീഗിലെ ET മുഹമ്മദ് ബഷീർ പത്രിക സമർപ്പിച്ചത്. സ്വന്തം മണ്ഡലത്തിലെ അഭിമാനമായ സ്ഥാപനത്തിൽ നിലവിലുള്ള പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ ശശി തരൂരിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. കീഴ്വഴക്കമനുസരിച്ച് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഓരോ അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കാൻ കഴിയുക. നിലവിൽ BJPയുടെ പിന്തുണയോടെ ശശി തരൂരും പ്രതിപക്ഷ പ്രതിനിധിയായി ET മുഹമ്മദ് ബഷീറും ഗവേണിംഗ് ബോഡി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗവേണിംഗ് ബോഡിയിലേക്ക് മത്സരിച്ച 3 സ്വതന്ത്ര MPമാർ പത്രിക പിൻവലിച്ചിരുന്നു. ET മുഹമ്മദ് ബഷീറിന് വേണ്ടി മുസ്ലിം ലീഗ് രംഗത്ത് വന്നതോടെയാണ് കോൺഗ്രസ് ശശി തരൂരിനെ വെട്ടി ETയെ പിന്തുണച്ചത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ശശി തരൂരിനോട് ETക്ക് വേണ്ടി മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തന്റെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവേഷണ സ്ഥാപനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ തന്റെ അതൃപ്തി കോൺഗ്രസ് നേതാക്കളെ തരൂർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത് മനസ്സിലാക്കിയ BJP ദേശീയ നേതൃത്വം കൃത്യമായ ഇടപെടൽ നടത്തി തരൂരിനെ പിന്തുണയ്ക്കുകയായിരുന്നു. BJPയുടെ നോമിനിയായി തരൂരിനെ വിജയിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പ്രതിപക്ഷത്ത് നിന്ന് ഒരാളും ഭരണപക്ഷത്ത് നിന്ന് ഒരാളുമായിരുന്നു സാധാരണ കീഴ്വഴക്ക പ്രകാരം ഗവേണിംഗ് ബോഡിയിലേക്ക് വരാറുള്ളത്. തരൂരിനെ വിജയിപ്പിക്കാൻ പിന്തുണ നൽകിയത് BJPയുടെ പുതിയ രാഷ്ട്രീയ നീക്കത്തിന്റെ തുടക്കമായിട്ട് വേണം കരുതാൻ. നിലവിൽ കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് BJP പ്രതിനിധിയായ സുരേഷ് ഗോപി വിജയിച്ചിട്ടും അദ്ദേഹത്തെ പരിഗണിക്കാതെ UDF ലോക്സഭാ പ്രതിനിധിയെ BJP പിന്തുണച്ചതിന്റെ പിന്നിലെ രഹസ്യം അന്വേഷിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളും. തരൂരിന്റെ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമാണിതെന്നും കരുതപ്പെടുന്നു. തിരുവനന്തപുരത്തെ CH സെന്ററിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ET മുഹമ്മദ് ബഷീർ ആയതിനാൽ കൂടുതൽ ഇടപെടലുകളുടെ ആവശ്യമുണ്ടെന്നാണ് ET മുഹമ്മദ് ബഷീറിനെ ഈ പദവിയിലേക്ക് എത്തിക്കാൻ ലീഗ് ചൂണ്ടിക്കാണിക്കുന്ന കാരണം എന്തു തന്നെയായാലും കോൺഗ്രസിന്റെ ഈ മുസ്ലിം ലീഗ് പ്രീണനം കൊണ്ട് നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിന് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. BJPയുടെ നീക്കങ്ങൾ ഫലം കണ്ടാൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി തരൂർ മാറുമെന്ന കാഴ്ച കാണാൻ ഏറെ നാളുകൾ കാത്തിരിക്കേണ്ടി വരില്ല.